തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കേരളത്തിന് പുറത്തുള്ള ഏറ്റവും വലിയ അലൂമിനിയായ UAE ചാപ്റ്ററിലെ ട്രേസിൻ്റെ ആനുവൽ ഗെറ്റ് ടുഗദർ മെഹഫിൽ 2024 ഇവിടെ നടക്കാൻ പോവുകയാണ്. എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം നിയന്ത്രിക്കുന്നത് നമ്മുടെ MC നാസ് പർവീനാണ്. ഷീ ഈസ് വൈഫ് ഓഫ് അവർ അലൂമിനി നെഫ്സൽ 2003 കമ്പ്യൂട്ടർ സയൻസ്. ഷീ ഈസ് പ്രൊഫഷണലി ആൻ HR, പിന്നെ കോർപ്പറേറ്റ് MC ആണ്. അവരെ ഞാനിതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവരെ സ്വയം പരിപാടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. നമുക്കിവിടെ അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് I will not officially start this, but thank you so much for all of you who made it in time. So ഈ ഭാഗത്ത് എല്ലാവരും, are you all ready? Say yes, only then I can start. Are you all ready? എനിക്കൊരു പ്രശ്നമുണ്ട്, സൗണ്ട് മര്യാദക്ക് കേട്ടില്ലെങ്കിൽ I cannot continue. Are you all ready? കുറച്ചും കൂടി. Are you all ready? Thank you. That gives a lot of confidence. So I'll not take much time. നമുക്ക് കുറേ കാര്യങ്ങൾ ലൈൻ അപ്പ് ചെയ്തിട്ടുണ്ട്. So let's officially kickstart this event and then we'll see what's happening. So ഏതൊരു പരിപാടി നമ്മൾ തുടങ്ങുമ്പം it's always better we started off with Almighty's blessings, the divine blessings.
സോ ഇന്നത്തെ ഈ പരിപാടി തുടങ്ങുന്നേക്കാളും മുമ്പ് ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ് വിത്ത് എ പ്രെയർ സോങ് ആൻഡ് വി ഹാവ് Srimai Sajit and Arshia Anand. They are daughters of Sajit Menon, 2002 pass out, mechanical, and daughter of Anand K, 2001 civil. So, requesting Srimai Sajit and Arshia Anand on the stage for the prayer song. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തിയറിയണമേ. ഭൂമിയമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ, ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ, ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ, ലോകമൊന്നെന്ന പാദമെന്നുമെൻ മനസ്സിലെഴുതേണമേ. Thank you, Arshia and Srimai. Next, to officially inaugurate the ceremony, I would like to call upon President of TRACE and Secretary of TRACE, Mr. Ashraf and Mr. Suraj. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മൾക്ക് ഇവിടെ നമ്മുടെ 1970 ബാച്ചിൽ പാസ് ഔട്ടായ KS ജോർജ് സാർ ഇവിടെ നമ്മൾ അതിഥിയായിട്ട് എത്തിയിട്ടുണ്ട്. സാർ നിങ്ങളിവിടെ എത്തിയത് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമാണ്, വളരെയധികം സന്തോഷവുമുണ്ട്. പിന്നെ ഈ പരിപാടിയുടെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ വിളക്ക് കൊളുത്തിയിട്ട് ഇത് ഉദ്ഘാടനം ചെയ്യലാണ്. സാർ പ്ലീസ് കം ടു ദ സ്റ്റേജ്. പിന്നെ ട്രേസിൻ്റെ ട്രഡീഷൻ അനുസരിച്ച് സീനിയർ മെമ്പേഴ്സും മാനേജ്മെൻറ്റ് കമ്മിറ്റിയുമാണ് ഇത് ചെയ്യാറ്. സാർ പ്ലീസ് കം. ഓൾ സീനിയേഴ്സ് പ്ലീസ് കം ടു ദ സ്റ്റേജ്. ഡിയർ സർട്ടൻ പ്ലീസ്. പ്രശാന്ത്, മാനേജ്മെൻറ്റ് കമ്മിറ്റി മെമ്പേഴ്സ്, വിനിൽ സാർ, സഹീദ്, നന്ദുഭായ്, all seniors please come. Lijo George, Lijo. ആ,
Now that we have officially inaugurated the ceremony, next I would like to call upon the office bearers to the stage. The President of Trace, Mr. Mohammad Ashraf, the Vice President, Mr. Suneet Nair, Secretary, Mr. Suraj Kumar, JD Secretary, Ms. Bilna Sandeep, Treasurer, Mr. Rijaz Rahman, Sports Secretary, Mr. Aflal, and Art Secretary, Mr. Rakesh. All right, here they are. The team that made the last year beautiful, the team that made Trace much active than what we are seeing today, the team that's responsible for the day-to-day. So give it a big round of applause for this team here. Thank you all, and I would request the President, Mr. Ashraf, to please address the gathering. ഒരിക്കൽ കൂടി നമസ്കാരം. നാം ഇവിടെ ട്രേസ് ഫോം ചെയ്തത് 1994 ഇത് 30ാമത്തെ വർഷമാണ് ട്രേസിൻ്റെ. ഈ ആനുവൽ ഗെറ്റ് ടുഗദർ മെഹഫിൽ 2024 ഇവിടെ അരങ്ങേറുമ്പോൾ 1980കളിൽ നിന്നുള്ള ബാച്ച് മുതൽ 2023 പഠിച്ചിറങ്ങിയ കുട്ടികൾ വരെ 40ഓളം ബാച്ചസിൽ നിന്ന് ആൾക്കാർ ഇവിടെ ഒത്തുചേരുന്നതായിരിക്കും. നമ്മുടെ അഭിമാനമായിട്ടുള്ള അഹങ്കാരവുമായിട്ടുള്ള സ്ഥാപനമായ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ എന്നൊരു ലേബലിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ഒത്തിരി യുണീക്കായിട്ടുള്ള പ്രോഗ്രാമുകൾ നമ്മൾക്ക് നടത്താൻ കഴിഞ്ഞു. ടെക്നോ ഒളിമ്പിക്സ്, ടെക്നോളജിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ആർട്സ് ഫെസ്റ്റിവൽ, പിന്നെ കേര ഓണം ഫെസ്റ്റിവലിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത്. ഓരോ മാസവും ഒരു പരിപാടി എന്ന നിലയിൽ നമ്മൾ ഒത്തുചേരുകയുണ്ടായി. ആ ഒത്തുചേരൽ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ അടുക്കുകയും ഈ 23 മുതൽ 80കളിൽ ഇറങ്ങിയ ആൾക്കാർ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബൈനെയും അറിയാമെന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് തന്നെയാണ് നമ്മുടെ ശക്തി. ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ നമ്മൾക്ക് ഇവിടെ നടത്താനും ഇതുപോലുള്ള മീറ്റിങ്ങുകൾ കൂടാനും വേൾഡ് ക്ലാസ് ഫെസിലിറ്റിയോട് കൂടി ഇവിടെ ജീവിക്കാനും വളരെ സെക്യൂർഡായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ തരുന്ന UAE ഭരണകൂടത്തിനോടുള്ള നന്ദി ഇവിടെ രേഖപ്പെടുത്തട്ടെ. ട്രേസിൻ്റെ എല്ലാ പരിപാടികളും നടത്തപ്പെടുന്നത് നമ്മുടെ പാട്രൻസുകളായിട്ടുള്ള സീനിയേഴ്സും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും പിന്നെ എല്ലാത്തിനും പുറകിൽ നിൽക്കുന്ന ഒരു പറ്റം വളണ്ടിയേഴ്സും നമ്മൾക്കുണ്ട്. എല്ലാ പരിപാടികളും നിങ്ങൾക്കറിയാം. ഫൈനാൻസ് ഈസ് ദ ബിഗ് ഇഷ്യൂ. നമ്മൾക്ക് ഭയങ്കര സ്വകാര്യമായിട്ടുള്ള അഭിമാനമായ ഒത്തിരി കച്ചവടക്കാർ ഓൺട്രപ്രൂണേഴ്സ് ട്രേസിന് ഉണ്ട്. അവരാണ് സ്ഥിരമായിട്ട് നമ്മൾക്ക് ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ പല കമ്പനികളിലും ജോലി ചെയ്യുന്ന, പല പൊസിഷനിലും ജോലി ചെയ്യുന്ന പലരും പുറത്തു നിന്നുള്ള ഫണ്ടുകളും നമ്മൾക്ക് അറേഞ്ച് ചെയ്യാറുണ്ട്. ഇതാണ് ഫൈനാൻഷ്യലായിട്ടുള്ള നമ്മുടെ ബാക്ക് ബോൺ. പിന്നെ ഓരോ പരിപാടികൾ ചെയ്യുമ്പം വളണ്ടിയേഴ്സ് ഞാൻ പറഞ്ഞു, ഫാമിലികളും സ്പൗസുമാരും ഫീമെയിൽ ആൻഡ് മെയിൽ എല്ലാവരും കൂടി രാത്രിയും പകലും എന്ന് വ്യത്യാസമില്ലാതെ വെയിലാണെങ്കിലും അവിടെയൊക്കെ ഫീൽഡിൽ ഇറങ്ങിയിട്ടാണ് നമ്മുടെ പരിപാടികൾ വിജയിപ്പിക്കുന്നത്. അവരെല്ലാവരോടും നന്ദിയോടെ രേഖപ്പെടുത്തട്ടെ. കഴിഞ്ഞ കമ്മിറ്റിയെ പറ്റി പറയുമ്പോൾ നമ്മൾ ചാർജ് എടുത്തത് മുതൽ രാവിലെ 7 മണി മുതൽ ഒരു 7:30 സമയത്ത് മുന്നേ എനിക്കൊരു ഫോൺ വരും, അഷ്റഫായി എന്ന് വിളിച്ചിട്ട്. അത് സൂരജ് ആയിരിക്കും. ഇന്നൊക്കെ എന്ത് ചെയ്യും, അതെന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട്. സൂരജിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി സെക്രട്ടറി അല്ലെങ്കിലും ഏതൊരു ട്രേസിൻ്റെ പ്രോഗ്രാം ഉണ്ടെങ്കിലും ട്രേസിലെ എല്ലാവരെയും എക്സ്കോം മെമ്പേഴ്സിനൊക്കെ വിളിച്ച് അതിനെപ്പറ്റി കാര്യങ്ങൾ പറയുന്ന ആളാണ് സൂരജ്. സൂരജ് ആയിരുന്നു എല്ലാ പരിപാടികളുടെയും ബാക്കിലുണ്ടായിരുന്നത്. പിന്നെ വേറൊരാൾ യങ് ആൻഡ് ഹാൻസം ആയിട്ടുള്ള നമ്മുടെ സ്പോർട്സ് സെക്രട്ടറി അഫ്ലാൽ. എന്തായാലും എന്ത് പറഞ്ഞാലും ഒരു പുഞ്ചിരിയോട് കൂടി എല്ലാം യെസ് മൂളുന്ന ആളാണ്. അഫ്ലാൽ എന്തെങ്കിലും ഏറ്റെടുത്താൽ ഇറ്റ് ഈസ് കൺസിഡർ ഇറ്റ് ഈസ് ഡൺ. എല്ലാ കാര്യങ്ങളിലും നമ്മൾ എന്തൊക്കെ നടത്തിയോ യുണീക്കായിട്ട് നടത്തിയോ അതിൻ്റെ എല്ലാം പിന്നിലും അതിന് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ജോബ് ചേഞ്ച് ഉണ്ടായിരുന്നു, പേരൻസ് നാട്ടിൽ നിന്ന് വന്നിരുന്നു, അക്കോമഡേഷൻ മാറി. അന്നേരമൊക്കെ നമ്മൾ എക്സ്ക്യൂസ് പറയുന്ന ആൾക്കാരാണ്, ഞാൻ ഇന്നതായി അതുകൊണ്ട് എനിക്ക് പറ്റില്ല, അതൊന്നും പറയില്ല, എല്ലാം ഇറ്റ് ഈസ് ഡൺ. അതായിരുന്നു ഞങ്ങളുടെ ശക്തി. അഫ്ലാലിനൊരു കയ്യടി കൊടുക്കാം നമുക്ക് ഒന്നുകൂടി. പിന്നെ രാകേഷ്, നമ്മുടെ ആർട്സ് സെക്രട്ടറി. നിങ്ങൾക്ക് അറിയാം, കഴിഞ്ഞ ഓണത്തിന്
എല്ലാവർക്കും വിവിധ സൈസിലുള്ള കളേഴ്സിലുള്ള ഓണക്കോടിയൊക്കെ അവൻ സ്വന്തമായിട്ട് അറേഞ്ച് ചെയ്തിരുന്നത്. പിന്നെ എല്ലാ പ്രോഗ്രാമിനും എപ്പോഴും കട്ട സപ്പോർട്ടായിട്ട് രാകേഷ് ഉണ്ടായിരുന്നു. പിന്നെ റിജാസ് നമ്മുടെ ഫൈനാൻസ് എല്ലാം മാനേജ് ചെയ്തും രജിസ്ട്രേഷനും എല്ലാം ഭംഗിയായിട്ട് നേടിയിരുന്നത് നമ്മുടെ ട്രഷററാണ് റിജാസ്. പിന്നെ വൈസ് പ്രസിഡൻറ്റും ജോയിൻറ്റ് സെക്രട്ടറിയും ബിൽന സന്ദീപും എല്ലാ സപ്പോർട്ടിനും ഉണ്ടായിരുന്നു. ഇത്രയാണ് എനിക്കൊരു നമ്മുടെ ഈ ഇവൻറ്റിനെ പറ്റി പറയാനുള്ളത്. നമ്മൾ വളരെ ചെറിയ കാര്യങ്ങളെ വളരെ ഷോർട്ട് സ്പാനിലാണ് പോകുന്നത്. ഞാൻ എന്തെങ്കിലും അധികം സമയം യൂസ് ചെയ്താൽ അത് പ്രോഗ്രാമിനെ ടോട്ടലി അഫക്റ്റ് ചെയ്യും. റേസിൻ്റെ അകത്തുള്ള ആൾക്കാരെല്ലാവരും കുറേ പ്രോഗ്രാമുകൾ ഇവിടെ അറേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ എക്സ്റ്റേണൽ ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസും ഉണ്ട്. എന്തായാലും ഇന്നത്തെ ഈവനിങ് നിങ്ങളെ ബാക്കിംഗ് കോളേജ് ഡേയ്സിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ഈവനിങ് നേർന്നുകൊണ്ട് മെഹഫിൽ 2024 സഹകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് പരിപാടി വളരെ സക്സസ്ഫുൾ ആകാൻ എല്ലാ സഹകരണം അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. ജയ് ട്രേസ്. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ വേണ്ടി സെക്രട്ടറി സുരേഷ് കുമാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പറയാൻ വെച്ച പോയിന്റ്സ് എല്ലാം അഷ്റഫ് ഭായി പറഞ്ഞു. പ്രത്യേകിച്ചൊന്നും പറയൽ. നമ്മുടെ ഇന്നത്തെ മെഹഫിൽ സ്പോൺസർ ചെയ്യുന്നത് മെയിനായിട്ട് ശോഭയാണ്. അതിന് ആദ്യം നന്ദി പറയണം. ബിപിൻ 2002 സിവിൽ നമ്മുടെ ട്രേസ് മെമ്പറാണ്. ബിപിനാണ് ഇത് അറേഞ്ച് ചെയ്ത് തന്നത്. ബിപിന് നന്ദി പറയണു. പിന്നെ അഷ്റഫ് ഭായി പറഞ്ഞു നമ്മുടെ ഇൻറ്റേർണൽ സ്പോൺസേഴ്സ്. അത് സ്പോൺസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിജോബായി, നന്ദുബായി, ജോസേട്ടൻ, ഇവിടെ നമ്മുടെ ഇതിലേക്ക് കാണിച്ചിട്ടുണ്ട് എല്ലാവരുടെ ഇതും. അവർ തന്നെയാണ് എല്ലാത്തിനും മെയിനായിട്ടുള്ള ശക്തി. എല്ലാ ഇവൻസിൻ്റെയും ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള മെയിൻ സ്പോൺസേഴ്സ് തന്നെയാണ്. എല്ലാവർക്കും നന്ദി പറയണു. ഇനി അധികം സമയം വേസ്റ്റ് ആക്കുന്നില്ല, ഞാൻ റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇതായിരുന്നു നമ്മുടെ മാനേജിങ് കമ്മിറ്റി. പ്രസിഡന്റ് അഷ്റഫ് ഭായ്, വൈസ് പ്രസിഡന്റ് സുനീത് ഭായ്, ബിൽന ജോയിൻറ്റ് സെക്രട്ടറി, റിജാസ് ട്രഷറർ, രാജേഷ് ആർട്ട് സെക്രട്ടറി, അഫ്ലാൽ സ്പോർട്സ് സെക്രട്ടറി, ലിജു ഭായ് കേര റെപ്രസെൻറ്റേറ്റീവ്, പ്രശാന്ത് GCT റെപ്രസെൻറ്റേറ്റീവ്. ഫസ്റ്റ് MC-യുടെ മീറ്റിങ്ങിൽ തന്നെ നമ്മളെടുത്ത ഡിസിഷൻ എന്ന് പറയുന്ന ഒരു കലണ്ടർ ഉണ്ടാക്കുമായിരുന്നു. ആ കലണ്ടറിൽ ഓരോ മാസങ്ങളിലും ഓരോ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞ് ഫസ്റ്റ് തന്നെ പ്ലോട്ട് ചെയ്തു. അതാണ് ഇപ്പോഴത്തെ ലെഫ്റ്റ് സൈഡിലുള്ളത്. നമുക്കത് ഹിറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അഫ്ലാൽ, രാകേഷ്, അഷ്റഫ് ഭായ്, എല്ലാവരുടെയും ഹാർഡ് വർക്ക്. ഫസ്റ്റ് ഇവൻ്റ് ട്രേസ് ഇഫ്താറായിരുന്നു. അത് നമുക്ക് 16th April 2023 നടന്നത്. ദുബായിൽ വെച്ചായിരുന്നു. ഏകദേശം 250 ട്രേസ് മെമ്പേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നതിൽ. അതൊരു വലിയ സക്സസ് ആയിരുന്നു. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇവൻ്റ്. സെക്കൻഡ് ഇവൻ്റ് ട്രേസ് വോളിബോൾ ലീഗ് ദുബായിൽ വെച്ച് തന്നെയായിരുന്നു നടന്നിരുന്നത്. ഏകദേശം 100 പാർട്ടിസിപ്പൻസ്, 4 ടീമുണ്ടായിരുന്നു. 21 May 2023 നടന്നിരുന്നത്. നെക്സ്റ്റ് വീക്ക് തന്നെ നമ്മളൊരു എക്സ്റ്റേണൽ വോളിബോൾ ടൂർണമെൻറ്റ് നടത്തിയിരുന്നു. 16 ടീം അതിൽ പങ്കെടുത്തിരുന്നു. 16 എഞ്ചിനീയറിംഗ് കോളേജസ് പങ്കെടുത്തിരുന്നു. 200ഓളം മെമ്പേഴ്സ്, അതിൽ 100 ട്രേസ് മെമ്പേഴ്സും പ്ലസ് എക്സ്റ്റേണലി ഉള്ള പ്ലെയേഴ്സും പിന്നെ അതർ അലുമിനീസും ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഐറ്റം നമ്മുടെ ട്രേസ് ബാഡ്മിൻ്റൺ ലീഗായിരുന്നു. 11th ജൂണിനായിരുന്നത്, 2023 11th ജൂൺ ദുബായിൽ വെച്ച് തന്നെയായിരുന്നു പരിപാടി. ഏകദേശം
120ഓളം പേര് പങ്കെടുത്തു എന്നാണ് ലിസ്റ്റിലുള്ളത്. അതിനുശേഷം ജൂലൈ വെക്കേഷൻ മന്താണ്, എല്ലാവരും നാട്ടിലായിരുന്നു. ഓഗസ്റ്റിലായിരുന്നു ടെക്നോളജിയ 3.0. ഇത് നമ്മുടെ ഗ്ലോബൽ ഒരു ഇവൻ്റ് ആയിരുന്നു. ഇത്തവണ ട്രേസ് ആയിരുന്നു അത് നടത്തിയിരുന്നത്. ഏകദേശം ഓൺലൈനിൽ ടോട്ടൽ പാർട്ടിസിപ്പൻസ് 600ൻ്റെ അടുത്ത് ഏകദേശം ആൾക്കാരുണ്ടായിരുന്നു ടോട്ടൽ പാർട്ടിസിപ്പൻസ്. സെപ്റ്റംബറിൽ 10th സെപ്റ്റംബറിലായിരുന്നു നമ്മുടെ ട്രേസ് ഓണം. അഷബായോട് പറഞ്ഞു, രാകേഷിൻ്റെ നേതൃത്വത്തിൽ എല്ലാവർക്കും ഓണം കോടികളും അങ്ങനെയുള്ള ഒരു ട്രേസ് ഓണമായിരുന്നു. നമുക്ക് 300+ ആൾക്കാർ പങ്കെടുത്തൊരു പരിപാടിയായിരുന്നു. എറ്റിസലാത്ത് അക്കാദമി ദുബായിലായിരുന്നു. അടുത്ത പരിപാടി TFL ട്രേസ് ഫുട്ബോൾ ലീഗ്. ഏകദേശം 6 ടീമായിരുന്നു അതിൽ പങ്കെടുത്തിരുന്നത്. ട്രേസ് മെമ്പേഴ്സ് നമുക്ക് പ്ലെയേഴ്സും ബാക്കിയുള്ളവരും കൂടെ ഏകദേശം 200 പേരോളം ഉണ്ടായിരുന്നു. ദുബായ് വെച്ച് തന്നെയായിരുന്നു പരിപാടി. അടുത്ത ഇവൻ്റ് നവംബറിൽ നമുക്ക് 2 ഇവൻ്റ് ഉണ്ടായിരുന്നു, 2 മേജർ ഇവൻറ്റ്സ്. ആദ്യത്തെ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ടെക്നോ ഒളിമ്പിക്സ്. അത് ഈ റീജിയനിൽ തന്നെ ഫസ്റ്റ് പരിപാടിയായിരുന്നു. സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ എഞ്ചിനീയറിംഗ് കോളേജസും ചേർത്ത് ഉണ്ടായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. അതിൻ്റെ പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. കലന്തൂറായിരുന്നു അത് മെയിൻ സ്പോൺസർ ആയിരുന്നത്. സഹീദ് ഭായി ആയിരുന്നു അതിൻ്റെ അറേഞ്ച് ചെയ്തത്. ഏകദേശം നല്ലൊരു ക്രൗഡ് ഉണ്ടായിരുന്നു. മറ്റുള്ള കോളേജിൽ നിന്നും 100-ൽ കൂടുതൽ 150-ൽ കൂടുതലൊക്കെ ഉണ്ടായിരുന്ന കോളേജസ് ഉണ്ടായിരുന്നു. TKM-ലും MES ഒക്കെ. എല്ലാവരും നന്നായി അപ്രീഷിയേറ്റ് ചെയ്തൊരു പ്രോഗ്രാമായിരുന്നു. അടുത്ത കമ്മിറ്റി ഇത് കണ്ടിന്യൂ ചെയ്യും എന്ന് വിചാരിക്കുന്നു. നവംബർ 2023 കേര ഓണം ട്രേസ് ആയിരുന്നു ഓവറോൾ ചാമ്പ്യൻസ്. അതിൽ നമ്മൾ ഗ്രൂപ്പ് ഡാൻസ്, സീനിയർ കിഡ്സ്, ജൂനിയേഴ്സ്, അതുപോലെ പായസം കോമ്പറ്റീഷൻ, ഈ 3 ഐറ്റത്തിൽ നമുക്ക് ഫസ്റ്റ് അടിച്ചു. തിരുവാതിരയിൽ സെക്കൻഡ് അടിച്ചു. ഗ്രൂപ്പ് സോങ്, പിന്നെ പൂക്കളം, അങ്ങനെയുള്ള ഐറ്റത്തിലും നമ്മൾ പങ്കെടുത്തിരുന്നു. ഏകദേശം 120 പേരോളം ട്രേസിൽ നിന്ന് ആ പരിപാടിക്ക് പങ്കെടുത്തിരുന്നു. ഡിസംബറിൽ നമ്മുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നത് TPL ട്രേസ് പ്രോ ലീഗ് എന്ന് പറഞ്ഞ ക്രിക്കറ്റ് ടൂർണമെൻ്റ് ആണ്. ഇത്തവണ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മാസ്റ്റേഴ്സ് ക്രിക്കറ്റ് ടൂർണമെൻ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ 16 ടീമും പിന്നെ 4 മാസ്റ്റേഴ്സ് ടീമും. സലീൽ ഭായി ആണ് ഇതിൻ്റെ ക്രിയേറ്റർ. ഇത്തവണത്തെ കോർഡിനേറ്റർ ജിയാഷ് ആയിരുന്നു. 3rd ഡിസംബർ മുതൽ 14th ജാനുവരി വരെ 1.5 മാസത്തോളമുള്ള പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ജിയാഷിൻ്റെ ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു. ട്രേസ് ബാസ്കറ്റ്ബോൾ ലീഗ് 28 ജാനുവരിക്കായിരുന്നു, 24-ൽ. അത് അബുദാബിയിൽ വെച്ചായിരുന്നു. അലക്സും നിഷനുമാണ് അത് കോർഡിനേറ്റ് ചെയ്തത്. 120 പേരോളം അതിൽ പങ്കെടുത്തിരുന്നു. 4 ടീമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ നമ്മൾ പുതിയതായിട്ടൊരു ഐറ്റം ഉണ്ടായിരുന്ന ട്രേസ് പാഡൽ ടൂർണമെൻ്റ് ആയിരുന്നു. 18th ഫെബ്രുവരി ആയിരുന്നു ഡേറ്റ്. നന്ദുബായും നസ്മലും ആയിരുന്നു ചാമ്പ്യൻസ്. ദുബായിൽ വെച്ചായിരുന്നു നടന്നത്. ഈ കമ്മിറ്റിക്കാണെന്നാണ് ഭാഗ്യമുണ്ടായത് 2 ഇഫ്താർ നടത്താൻ. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതും എൻഡ് ചെയ്തതും ഇഫ്താറിലാണ്. 22 മാർച്ചിനായിരുന്നു. അത് അബുദാബിയിൽ വെച്ചായിരുന്നു പരിപാടി. 350ഓളം ഉണ്ടായിരുന്നു പരിപാടിക്ക്. ഇതുകൂടാതെ ട്രേസ് വളണ്ടിയറിങ് അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുറച്ച് ഇവൻറ്റ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് കാണുന്നത് നമ്മൾ ചന്ദ്രയാനിൽ നമ്മുടെ കോളേജിൽ നടന്നൊരു പ്രോഗ്രാമായിരുന്നു. അത് ട്രേസ് നല്ലൊരു
പാർട്ടിസിപ്പേഷൻ അവിടെ ചെയ്തിരുന്നു, സ്പോൺസർ ചെയ്തിരുന്നു കുറച്ച് ഐറ്റംസൊക്കെ. അതിൻ്റെ പേര് നിയോമ എന്നായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇഫ്താർ, അക്കാഫിൻ്റെ ഇഫ്താർ കിറ്റ് പ്രസൻറ്റേഷൻ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ മേജർ പാർട്ടായിരുന്നു. ഒരു ദിവസത്തെ കിറ്റ് നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മളിപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ക്രിക്കറ്റ് ടീം, ഫുട്ബോൾ ടീം അവരുടെ ഒക്ടോബർ തൊട്ട് മാർച്ച് വരെയുള്ള പല പല ടൂർണമെൻറ്റുകളിലും എല്ലാ മാസം അവർ ഓരോ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ അക്കാഫ് നടത്തിയ ടൂർണമെൻ്റ് ആയിരുന്നു. നമ്മളതിൽ സീനിയർ മാസ്റ്റേഴ്സ് ടീമിൻ്റെ റണ്ണറപ്പ് ആയിരുന്നു. റണ്ണറപ്പോ സെമി ഫൈനലിസ്റ്റോ ആയിരുന്നു. അതാണ് വിനിൽ ബായും താഴെ കാണുന്ന അത്. അതിനുശേഷമാണ് ഇപ്പം മെഹഫിൽ വരുന്നത്. ഇന്നാണ് ആ പരിപാടി. ഇതാണ് നമ്മുടെ ആനുവൽ റിപ്പോർട്ട്. ഡീറ്റെയിൽ റിപ്പോർട്ട് കമ്മിറ്റിക്ക് പിന്നെ ചെയ്യുന്നതായിരിക്കും വിത്ത് ഓൾ ഡീറ്റെയിൽസ്. താങ്ക് യു. താങ്ക് യു. I would like to call upon Mr. Pearson, 1985 batch mechanical, to please come on the stage and welcome the new XCOM members. Rakesh, may I have you on stage, please? ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. പുറത്ത് ബാക്കിലുള്ളവർ ഭയങ്കര വർത്തമാനത്തിലാണ് കേട്ടോ. വിനിൽ, പ്ലീസ്, ഇവിടെ പരിപാടികൾ നടക്കുകയാണ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ പുതിയ ഓഫീസ് ബേയേഴ്സിനെ പ്രപ്പോസ് ചെയ്തിട്ടുള്ളവരുടെ പേര് ഡിക്ലെയർ ചെയ്യാൻ പോവാണ്. ഓക്കെ, അതിനു മുമ്പ് ഒരു വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം ഇന്ന് ഔട്ട് ഗോയിങ് ആയിട്ടുള്ള ഓഫീസ് ബേയേഴ്സാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. ഇവിടെ കുറേ പരിപാടികൾ നടത്തിയതായിട്ട് നമ്മൾ കണ്ടു. അതിൽ പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മളെ പ്രസിഡൻ്റായിരുന്ന എല്ലാവരും അഷ്റഫായി എന്ന് വിളിക്കുന്ന അഷ്റഫ് ആൻഡ് സൂരജ്, ഇവർക്കൊരു പ്രത്യേക കയ്യടി കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം വളരെ വിപുലമായിട്ടാണ് ഈ കഴിഞ്ഞ കൊല്ലങ്ങളിൽ നടന്ന സകല പരിപാടികളും നടന്നതെന്ന് ഞാൻ ഇവിടെ എല്ലാവർക്കും കാണാൻ സാധിച്ചു. അടുത്തതായിട്ട് ഈ ഔട്ട് ഗോയിങ് ഓഫീസ് ബേയേഴ്സ് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന പുതിയ ഓഫീസ് ബേയേഴ്സിൻ്റെ ലിസ്റ്റാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിൽ പറയുന്ന വ്യക്തികൾ ഈ സ്റ്റേജിലേക്ക് കയറി വരുവാൻ താല്പര്യപ്പെടുന്നു. ഞാൻ ഓരോരുത്തരുടെ പേരുകൾ വിളിക്കും. പ്ലീസ് ഇവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, ആദ്യമായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് മിസ്റ്റർ പ്രശാന്ത് രവീന്ദ്രൻ, 1992 ബാച്ച്, സിവിൽ. Please come to the stage. Next position is Vice President, Mr. Alex John, 2001 batch, Production. Mr. Alex John. അദ്ദേഹം എത്തിയിട്ടില്ല, എളുപ്പം വരുമെന്ന് വിചാരിക്കുന്നു. Next important position is Secretary, Mr. Roy Rajan. Year 2000, Electronics and Communications. Next position is Joint Secretary, Miss Ria Moore, PE, 2019 batch, Civil. എത്തിയിട്ടുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, വരുമായിരിക്കും, ലേറ്റ് ആയിട്ടാണെന്ന് തോന്നുന്നു. നെക്സ്റ്റ് പൊസിഷൻ ഈസ് എ ട്രഷറർ, മിസ്റ്റർ ജിയാഷ്, 2008, Electrical and Electronics. Mr. Jiyash Vendodika. Then next position is Sports Secretary, Mr. Muhammad Shafiq, 2015 batch, Mechanical. Mr. Muhammad Shafiq is on the way. Okay. And the last position is Art Secretary, Mr. Nixon Thomas, 2008, Mechanical. ട്രേസിൻ്റെ ഒരു പുലിയാണ് അദ്ദേഹം. ഇവിടെ എത്തിയിട്ടില്ലേ? നാട്ടിലാ? ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ന് ഇവിടെ ഔട്ട് ഗോയിങ് ആയിട്ടുള്ള ഓഫീസ് ബേയേഴ്സ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള നമ്മുടെ പുതിയ പാനൽ. ഈ പാനലിനെ നമ്മളെല്ലാവരും കൂടി കൈയടിച്ച് പാസ്സാക്കുകയാണെങ്കിൽ അത് അംഗീകരിച്ചതായിട്ട് നമ്മൾ കണക്കാക്കുന്നു. നിങ്ങളെല്ലാവരും കൈയടിച്ചിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഞാൻ പുതിയ പ്രസിഡൻറ്റിനെ 2 വാക്കുകൾ സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. മിസ്റ്റർ പ്രശാന്ത് രവീന്ദ്രൻ.
ഗുഡ് ഈവനിങ് ട്രേസ്. ഇത് നമ്മുടെ ട്രേസ് തുടങ്ങിയിട്ട് 30ാമത്തെ വർഷമാണ്. ഇപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ട ഒരു പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്രട്ടറി ആ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കഴിഞ്ഞ കമ്മിറ്റി എക്സലൻറ്റ് ജോബാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചാലഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനത്തിന് സിൻസിയറായിട്ട് ഈ സംഘടനയെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ ട്രേസിൻ്റെ ഈ കമ്മിറ്റി തിരഞ്ഞെടുത്ത എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ എനിക്ക് ഒരു 2 കാര്യം പറയാനുള്ളത്. ഈ ട്രേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൻ്റെ ഔട്ട്സൈഡ് ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായിട്ടുള്ളൊരു അസോസിയേഷനാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ GCT അലൂമിനിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ട്. അപ്പോൾ എനിക്ക് പല അലൂമിനികളും പ്രവർത്തിക്കുന്നതിനെ പറ്റിയിട്ട് നല്ല ഐഡിയ ഉണ്ട്. പക്ഷെ അതിലെല്ലാം വെച്ചിട്ട് ട്രേസിനൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു അപ്രീസിയേഷൻ, ട്രേസിനൊരു സ്പെഷ്യൽ ഒരു ചാർജ് ഉണ്ട്. ആ ചാർജ് എങ്ങനെ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മളെ നയിച്ചിട്ടുള്ള ആൾക്കാർ സെറ്റപ്പ് ചെയ്ത ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ട്രേസിന്. അതാണ് നമ്മൾക്കൊക്കെ മുന്നോട്ടുള്ള പ്രയാണം. ഇപ്പോൾ നമ്മളിവിടെ തന്നെ ഇരിക്കുമ്പോൾ PS ഏട്ടൻ, നന്ദുബായി, സഹീദ്, വിനിൽ, അപ്പോൾ ഇവരെല്ലാവരും എല്ലാത്തിനുള്ള ഗൈഡൻസ് ഉണ്ടല്ലോ, ആ ഗൈഡൻസാണ് നമുക്ക് മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രചോദനം. അപ്പോൾ നമ്മുടെ ഈ കമ്മിറ്റി എന്നുള്ള നിലയിൽ ഞാൻ അഷ്വർ ചെയ്യണത് വി വിൽ സിൻസിയർലി വർക്ക് അപ് ടു ദാറ്റ് മാർക്ക് ആൻഡ് മേക്ക് ദ ട്രേസ് പ്രൗഡ് ഓഫ് ഇറ്റ് ആക്ച്വലി. അതാണ് നമുക്ക് പറയാനുള്ളൊരു കേസ്. പിന്നെ ഈ ഇരിക്കുന്ന എല്ലാവർക്കും നമുക്കൊരു ചെറിയൊരു അഡ്വൈസ് ഉള്ളത്, ഇപ്പോൾ GCTന്ന് ആരെങ്കിലും UAE ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ട്രേസ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ടു എവരി വൺ ഹു ഹാസ് സ്റ്റഡീഡ് ഇൻ GCT. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു കണക്ഷൻസിൽ ഉണ്ടെങ്കിൽ ആസ്ക് ദം ടു കം ടു ട്രേസ് ആക്ടിവിറ്റി. വി ആർ ഹാവിങ് ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ്. നമ്മളെ ആക്ടിവിറ്റിയിലെല്ലാം പങ്കാളികളാവാൻ അവരെ നിങ്ങൾ ഒന്ന് പുഷ് ചെയ്ത് തരണം. ഈ കമ്മിറ്റി എന്നുള്ള നിലയിൽ നമ്മൾ ട്രേസിൻ്റെ സ്റ്റാൻഡേർഡ്സ് നിലനിർത്താൻ മാക്സിമം പരിശ്രമിക്കും എന്ന് ട്രേസിൻ്റെ കമ്മിറ്റിയിലെ നിലയിൽ എവരി വൺ റൈറ്റ് വി വിൽ ഡു ഇറ്റ് ആക്ച്വലി. താങ്ക് യു വെരി മച്ച്. പീപ്പിൾ ഓൺ ദ ലെഫ്റ്റ്, അവിടെ കുറച്ച് ഡീസൻ്റ് ആയിട്ട് ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഈ ഭാഗത്ത് കുറച്ച് അലമ്പന്മാരുണ്ട്. അതുകൊണ്ട് ഒന്ന് കേൾക്കുക ഞാൻ പറയണേ. ഇസ് ദർ എനി ബാച്ച് സിറ്റിംഗ് ടുഗെദർ? ഏതെങ്കിലും ബാച്ച് ഒരുമിച്ചിരിക്കുന്നുണ്ടോ? ഉണ്ടോ? എവിടെ? ഏത് ബാച്ച് അത്? ഇല്ല, നമ്മൾ പൊളിക്കണില്ല. 95 ഒന്ന് ഒച്ചയിലൊന്ന് സൗണ്ട് ഇട്ടാക്കിയേ. Can I have it for the 95 batch sitting together there? 95 is awesome. Any other batch sitting together? Which one? Trace batch. അങ്ങനെ ഇയർ ഒന്നുമില്ലേ? പോട്ടെ, ട്രേസ് ബാച്ച്. Can I have it from you? I think still 95 was better. I'll give it to them. Okay. Any other batch sitting? Ladies here. The ladies here. We have the 95 batch. We have the trace batch. Can I have it from you? The ladies batch here. Is that the best you can give? The ladies batch. Okay. I still give it to the 95 batch. Okay. Anyone else who can break what they gave me? Where I think ഈ batch ഇവിടെ ഉണ്ടോ ഒരുമിച്ച്? Okay, ആ ബാക്കിൽ ഇരിക്കുന്ന കുറച്ച് പേര് ഒന്ന് വന്നിരിക്കുമോ? Only then we can start the evening. Any other batch? No. All right. So let me officially start the event. Ladies and gentlemen, girls and boys, welcome to the much awaited, the most electrifying event of the year. Shobha Constructions presents Mehfil, Trace Annual Meet 2024. Give it a big round of applause, guys. This isn't the clap that I would need for kick-starting such an electrifying event. Can I have the loudest clap ever? Thank you so much. All right. നമുക്ക് തൃശ്ശൂരിന്ന് കേൾക്കുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ മനസ്സിൽ വരുമ്പോൾ അല്ലേ? The most prominent one being തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരം, ചെണ്ടമേളം ഒക്കെ പറയുമ്പം നമുക്ക് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല. You go to YouTube and when you put in Thrissur, there are more people across the world speaking about Thrissur, the cultural capital of Kerala. അവിടെ നമുക്ക് pride, the Thrissur's pride contains a lot of things. An institution which stands tall as a beacon of excellence
knowledge and power. It is the Government Engineering College Thrissur, which is GEC Thrissur, the reason why you all are here today. So give it up for GEC Thrissur, completing, as on this year, 67 years. A big round of applause for GEC Thrissur. All right. നേരത്തെ പ്രശാന്തേട്ടൻ പറഞ്ഞ പോലെ TRACE as a committee, it is an alumni association outside India, which is one of the largest. Almost 1,400 members, committee outside Thrissur, outside India, home away from home. Innivada nammal nikkunnundengi, that is because of a community that's built like that way and continued from the last 30 years. So marking a big milestone this year, we have 30 years of TRACE, and that definitely calls for a celebration, and that's the reason we all are here today. So, okay, എനിക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നത് വെറുതെ സംസാരിക്കാനല്ല, നിങ്ങളുടെ അറ്റൻഷന് വേണ്ടിയിട്ടാണ്. So let's do one thing. Can I call this the team A? Do you have a better name? I need a name for this team. Anyone? Team A? You have any name? Pia Setan endiki perundo? Okay, I'll call it the team A, and this side 95 batch. May I call you all the team B? This is the team B? Yes, no, what? Team B nu vilikette. Okay. We have this side team A and we have this side team B. Appam what I need to go, ellavarum on the seat in the eneechikkan pattumo? Everyone, please rise up. Everyone. Ellavarum on the seat in the eneechu nikkuvo? Okay? Everyone's up? ആ ബാക്കിലുള്ള കുറച്ച് പേര് ഏതെങ്കിലും ഒരു ടീം പിടിക്കോ, either left or right. Left or right. Just clear the podium. Go to one of the sides. Okay? So here we have, this is the team. Which team? Team A. And this is the team B. And can everybody lift your left hands up? Left hands. Left hands. No, this team, you all put down. This team, left hands up. Right hands up. Illa rendu orumichu. Okay. This team, left hands up. Right hands up. Okay? Now what you have to do is lift both your hands, clap twice. I'll try with them first. Clap twice. This side, clap twice. This side, clap twice. Together, clap twice. And oru saanam kudi. Clap twice and say ha. Okay? Clap twice. Ha. Once again. Clap twice and ha. Once again. Here. Now together. Once again. Do that 4 times. Start the music. Do it, keep doing. Ha. 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 Buddy, you're a boy, make a big noise. Playing in the street, gonna be a big man someday. You got mud on your face, you big disgrace. Kicking your can all over the place. Singing, we will rock you. Thank you so much for being such a sport. Thank you to all of you. Give a big round of applause to all of you. Yes, ippozhana oru usharayide ellavarum muscle ittappam, right? All of us feel great today? Yes, thank you so much. Now next, ipo nammal ഞാനിപ്പോ ഒരു ബാച്ചിനെ ചോദിച്ചു, I still have the 95 sitting together as great. വേറെ ഏതെങ്കിലും നമ്പർ ഓഫ് ഏതെങ്കിലും ബാച്ച് ഒരുമിച്ച് ഇരിപ്പുണ്ടോ? ആരുമില്ല? Only 95? Okay, ഞാൻ ഇതേ ചോദ്യം കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കും. That time you should let me know if there's any other batch sitting together
എന്നിട്ട് അവർക്ക് ഒരു പ്രൈസ് ഉണ്ടാവും. ഓക്കെ, ഓൾ റൈറ്റ്. ഓക്കെ, ഇവിടെ എനിക്ക് എൻ്റെ കയ്യിൽ കുറേ ഗിഫ്റ്റ്സ് തന്നിട്ടുണ്ട്. ആൻഡ് ഐ വിൽ ബി കോളിംഗ് എനി വൺ വിത്ത് ദിസ്. ആർക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ ഓടി വരാൻ പറ്റുന്നത്, ദേ വിൽ ബി ഗെറ്റിംഗ് ദ ഗിഫ്റ്റ്സ്. റെഡി അല്ലേ? യെസ്, നോ, യെസ്, താങ്ക് യു ഡോ. ഓൾ റൈറ്റ്. ഓക്കെ, ഐ സീ എ ലോട്ട് ഓഫ് പ്രിറ്റി ലേഡീസ് ദിസ് സൈഡ്. നല്ല ഭംഗിയിൽ ഒരുങ്ങിയിട്ട് വന്ന കുറേ ആൾക്കാരുണ്ട് ഇവിടെ. ഓക്കെ, I want to know the first one. 1 second, ഞാൻ ഗിഫ്റ്റ് റെഡിയാണോ നോക്കട്ടെ. ഗിഫ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശാന്ത് ഏട്ടനെ പിടിച്ചാൽ മതി, തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓൾ ദ ലേഡീസ് ഓർ മെൻ, ഹൂഎവർ, ഏറ്റവും കൂടുതൽ സ്വർണ്ണ വള കയ്യിലിട്ട് ആരാന്ന് വെച്ചാൽ പ്ലീസ് സ്റ്റേജിൽ വരാം. ഇറ്റ് ക്യാൻ ബി 1, ഇറ്റ് ക്യാൻ ബി 2, ഇറ്റ് ക്യാൻ ബി 3. ഏറ്റവും കൂടുതൽ സ്വർണ്ണ വള കയ്യിൽ ധരിച്ച ആരാ? 1, വി ഹാവ് എ 1. ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ സ്വർണ്ണ വളം. കം ഓൺ സ്റ്റേജ്. I think you're the one now. If there's nobody else, you're getting it. Please come on stage. 4 സ്വർണ്ണവളയോ? അത് മാലല്ലേ? ബുദ്ധി. Anyone else? എത്രയുണ്ട്? 4. Come. Yes, give it up for her. She's here with 4. നിങ്ങൾക്ക് എന്താ കൈ അടിക്കാൻ ഇത്ര മടി? കൈ അടിക്കൂ. Yes, of course. No, I'll not ask questions. All right. What's your name, ma'am? Are you an alumni of Trace? Your husband is. So we know that he's doing good passing out from the GEC, right? ഇത്രയും സ്വർണ്ണവളൊക്കെ മേടിച്ചു തന്നിട്ടില്ലേ അല്ലേ? യു അഗ്രി ഓർ നോട്ട്? യെസ്. വാട്ട്സ് യുവർ ഹസ്ബൻഡ്സ് നെയിം? Okay, we have Bala Murali's wife, 1990 pass out, who's wearing the maximum number of gold bangles here. So we'll give it up to her. Thank you. Your gift will come to you soon. Sorry? Yo, you got the trophy. Woo! Okay, she is the one who's kicks. We have a lot of awards and prizes to be given away this evening. The lady here has taken the first prize here. And I would request her to please come on the stage and give her gift. വളരെ നല്ല മനസ്സുള്ള സാറ് പറഞ്ഞു ഈ 2 വളകൾ എനിക്ക് അഴിച്ചു തന്നേക്കുന്നത്. ഞാൻ സൂക്ഷിച്ചു വെച്ചോളാം. വേണ്ട, പിന്നെ മതി. താങ്ക് യു സോ മച്ച്. ഓൾ റൈറ്റ്. അതേപോലെ ഇപ്പോൾ ലേഡീസിനല്ലേ ചാൻസ് കിട്ടിയത്. ലെറ്റ് മീ സീ വാട്ട് ഐ ക്യാൻ ഗിവ് ദ മെൻ. എനിവൺ വിത്ത് ദ മാക്സിമം നമ്പർ ഓഫ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ്സ് ഇൻ യോർ നെയിം. ഹസ്ബൻഡിന്റെ പേരിലാവാൻ പാടില്ല, വൈഫിന്റെ പേരിലാവാൻ പാടില്ല, വേറെ ആരുടെ പേരിലാവാൻ പാടില്ല. എനിവൺ വിത്ത് ദ മാക്സിമം നമ്പർ ഓഫ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ്സ്. മുന്നോട്ട് പോരൂ. എനിവൺ വിത്ത് ദ മാക്സിമം നമ്പർ ഓഫ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ്സ്. നോ വൺ? യു? 4. Anyone over 4? 7. Come here. You're more than 7? 7. Anyone beating 7? Or we have the man himself, the first coming? ഇനി ചോദിക്കണ്ടല്ലേ? 7 കൂടുതലൊന്നും ആർക്കും എന്തുണ്ടാവില്ല എന്ന് ചേട്ടൻ പറയണം. Can I verify please?
Okay, we have here. We have Mr. Anthony, 93 pass out. എൻ്റെ കയ്യിൽ 7 കാർഡാ വെച്ച് തന്നേക്കണേ. എല്ലാം ആന്റണി, യെസ് ആന്റണി, ഇറ്റ് ഈസ് ആന്റണി, ആന്റണി, ആന്റണി. എല്ലാം എന്താ ഇത്രയും കാർഡും കൊണ്ട് പരിപാടി? ചീട്ട് കളിക്കുക. ഇതിൽ എത്ര ഉണ്ടാവും മാസം? കുറെ പോരാറുണ്ടോ? അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. വളരെ തങ്കപ്പെട്ട മനുഷ്യനാണ് മിസ്റ്റർ ആന്റണി. എല്ലാവർക്കും അറിയണ കാര്യമാണ്, പുതിയതായിട്ടൊന്നുമില്ല. എന്നാലും ഗിവ് ഇറ്റ് അപ്പ് ഫോർ മിസ്റ്റർ ആന്റണി. 7 credits are in hand, all in his name. വലിയ ആളാണ്. നിക്ക് ഒരു കപ്പ് എന്തായാലും കൊടുക്കണം. കപ്പ് വേണ്ട, എന്താന്ന് വെച്ചാ മിസ്റ്റർ ആന്റണിക്ക് ഒന്നൊരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം. തരുമായിരിക്കും, തരും, സത്യം. പ്രശാന്ത് ഏട്ടാ, എന്താണ് അവർക്കൊരു മടി തരാൻ? എന്താന്ന് ആലോചിക്കണമല്ലോ നമുക്ക്. എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? അല്ല, ആളെ വിളിക്കണേന്ന്. നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും വലിയ ആളെ വിളിക്കണമെന്നുള്ള ഇതിലാണ്. All right, here we have Mr. Anthony, maximum number of credit cards. Financially sound ആണെന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, ക്രെഡിറ്റ് കാർഡ് ഫിനാൻഷ്യലി സൗണ്ട് അല്ലാത്തവർ യൂസ് ചെയ്യുന്നതെന്ന് പറയണത് ചേട്ടൻ. ഓൾ റൈറ്റ്, ഓക്കെ, നെക്സ്റ്റ്. ഓൾ റൈറ്റ്, ഇതുപോലെ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. ബട്ട് മീൻ വൈൽ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇവിടെ കുറേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പരിപാടിക്ക് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിന്നല്ല ആൾക്കാർ വന്നേക്കണത്. വി ഹാവ് പീപ്പിൾ അക്രോസ് UAE, പല ഭാഗത്തുനിന്നും. വി ഹാവ് ദ റെയിൻ കമ്മിങ് ഇൻ. ആ മഴ വന്നപ്പം പ്രാക്ടീസിനൊക്കെ പലരുടെ കാറ് പോയി, എല്ലാം പോയപ്പോഴും there were these kids, parents who made it. എല്ലാവരെയും ഒരുമിച്ച് പ്രാക്ടീസിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ടോക്കിംഗ് അബൌട്ട് ദ ഫസ്റ്റ്, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ കൾച്ചറൽസ്. നമ്മൾ കൾച്ചറൽസ് തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് ഈവൻറ്റ്, ഈ മുമ്പിൽ കാണുന്ന ഈ കുഞ്ഞു കുട്ടികളെ കണ്ടോ നിങ്ങൾ? ദിസ് സൈഡ്, ടീം എ, ടീം എ, ടീം എ, ടീം എ, ടീം എ, ടീം ബി. അടിപൊളി. That is the vibe I need from here, guys. Come on, ladies in the front, we can do better than that. Once more, okay? Team A. Oh, super. Team B. Perfect. They still carried. Next time, no come. So, nammal culturals തുടങ്ങുമ്പോൾ these little very cute kids sitting here, the twinkling stars. Talking a little history about them. But the one who coordinated, Febi, she's based out of Abu Dhabi. So when someone came up saying, can we form a team of these little stars? We didn't know where people are. ഏത് ഭാഗത്ത് നിന്ന് ഏത് കുട്ടീനെ എടുക്കുമെന്ന്. Then slowly they came up, and this is the largest team that's going to perform today. Around 11 kids. The tiny tots, 11 of them are going to perform today. അതിൽ 5 വയസ്സുള്ള കുട്ടികൾ മുതലുണ്ട്. So what they need is your loudest applause, the loudest cheer. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര അധികം കൈകൊട്ടാൻ പറ്റുമോ, ഒച്ചെടുക്കാൻ പറ്റുമോ, അവരെ ഒന്ന് ഉഷാറാക്കാൻ പറ്റുമോ, പ്ലീസ് ഡു ദാറ്റ്. വെൽക്കമിങ് ദ ട്വിങ്ക്ലിംഗ് സ്റ്റാർസ് ഓഫ് ട്രേസ്. പ്ലീസ് കം ഓൺ ദ സ്റ്റേജ്. Oh God, one more remix. धड़काए और सीटी बजाए, दिल धड़काए सीटी बजाए, बीच सड़क पे नखरे दिखाए सारे, हो करके इशारे, हो लड़की हो लड़की हो लड़की आंख मारे आंख मारे, हो लड़की आंख मारे आंख मारे, ओ लड़की आंख मारे.
ओम जिमाम जिमाम बिंग बिंग बो तन सस्ते न से तार चिपक गई छाती से ओम जिमाम जिमाम बिंग बिंग बो तन सस्ते न से तन तार है ढीली कौन कसे 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 ट्रेन की बत्तियां बुझा के बस ट्रिप लैंड दो जिमाम जिमाम बिंग बिंग बो तन सस्ते न से तार चिपक गई छाती से ओम जिमाम जिमाम बिंग बिंग बो तन सस्ते न से तन तार है ढीली कौन कसे 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 ट्रेन की बत्तियां बुझा के बस ट्रिप लैंड दो All right, can we big a bigger round of applause for these darlings here? Okay, all of you all come this side. No, here, come here. Let's call it hip hip. Hip hip. Hip hip. One more round of applause for them. Okay, don't go on the stage. You have a little prize for what you have done. Amazing job today. May I request Miss Lata to please come on the stage? Miss Lata Menon. We have this lovely lady here going to give them an appreciation. Can you please go? Okay, when I call your names, you all can step this side. When I call your names, one by one, take prize from ma'am, okay? Go, move that side, please. Just move that side, yes. First, I would call Azza. Azza? Yes. Azza Jiash. She is daughter of Jiash. 2008 mechanical batch. Next is Janna Nafsal, daughter of Nafsal, 2003 computer science batch. Then we have Samanvita Ujwal. She is daughter of Ujwal Babraj, 2010 mechanical batch. Clap, guys. Next we have Fatima Meher, 10 years old. She is daughter of Hajiz, 2008 electrical batch.
Then we have Sherwin Sawad. Yes, he is son of Sawad, 2003 civil batch. Then we have Nashwa Nadeem. She's daughter of Nadeem, 2009 computer science batch. Then we have Rachel Roy. She is daughter of Mr. Roy Rajan, electrical batch. Then we have Aisha Salim. She is the daughter of Mr. Salim Mustafa, mechanical 90 pass out. Then we have Shrestha Sharat. She is daughter of Sharat Kumar Vimisha Venugopal, both of them in 2009 electrical batch. Then we have Azza Mehra, daughter of Jiash, 2008 electrical batch. We can keep clapping, guys. Then we have Mehsa Fatima. She is daughter of Hajish, 2008 electrical batch. I think these are the youngest performers. They deserve a lot of appreciation here. Feby, are you here? Feby? Is Feby around? Can I have you? Okay, Feby is the one who coordinated this dance. We have just seen her messages. The kids have not seen her yet, but she is the reason that they performed today. So Feby, they would like to have a picture with you. Thank you all. Next, I would like to call upon Mr. Lijo to invite someone very special who's here with us today. നമസ്കാരം എല്ലാവർക്കും നമസ്കാരം വാം ഗുഡ് ഈവനിങ് ഈ വർഷം മെഹഫിലിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എന്താണ് ചേഞ്ച് എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം സ്റ്റേജിൽ കയറി പെർഫോം ചെയ്തവർ ഹയ്യസ്റ്റ് ആയിരുന്നു അതുവരെയുള്ളത് ഏകദേശം 70 പേരാ ഇത്തവണ അത് 125 ആളാണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ ഒരു രൂപം മനസ്സിലായിട്ടുണ്ടാവല്ലോ സംഗതി ഫസ്റ്റ് ഗിയർ ആയിട്ടുള്ളൂ മനസ്സിലായോ ഇനി ഇത് ടോപ്പ് ഗിയറായി പ്ലെയിൻ ഗിയറൊക്കെ ആകുമ്പോഴേക്കും നോക്കിയാൽ അടിച്ച് പടയ്ക്കാനുള്ളതാണ് കേട്ടോ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് നമുക്കെല്ലാവർക്കും അറിയണ പോലെ ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഇവിടെ അലുമിനികളുടെ പ്രവർത്തനത്തെ നിർത്തിച്ച സമയത്ത് അന്ന് കേരള പ്രസിഡന്റ് നമ്മുടെ തന്നെ സീനിയറായിരുന്നു ക്ലോഡിയസ് പീറ്റർ സാറായിരുന്നു പിന്നീട് കുറച്ച് കാലം ഇങ്ങനെ നമുക്ക് പൊതുപരിപാടികൾ ദുബായിൽ നടത്താൻ പറ്റിയില്ല അതിനുശേഷം നമ്മുടെ ആദ്യമായി കോളേജ് അലുമിനികളിൽ CDA അപ്രൂവൽ കിട്ടിയത് അക്കാഫിനാണ് ഇന്ന് നമ്മുടെ ഈ പരിപാടി ബ്ലസ് ചെയ്യാനായിട്ടും ആശംസ അർപ്പിക്കാനായിട്ട് അക്കാഫിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും വന്നിട്ടുണ്ട് ഞങ്ങൾ വളരെ സന്തോഷമുണ്ട് വി ആർ വെരി ഹാപ്പി ആൻഡ് സീ യു ഹിയർ സാധാരണയായിട്ട് ഒരുമിച്ച് അവർ പോകാറില്ല ഒരുമിച്ച് അവർ വന്നിട്ടുണ്ട് പോളാട്ടനെയും ഷീല ചേച്ചിയും പറ്റി പറഞ്ഞാൽ കഴിഞ്ഞ 40 വർഷത്തിലേറെയായി പ്രവാസി ലോകത്ത് ഇതുപോലെയുള്ള നമ്മുടെ മലയാളി കൂട്ടായ്മകളെ സജീവ സാന്നിധ്യമാണ് 160 കോളേജുകൾ കേരളത്തിൽ നിന്നുള്ള കോളേജുകളുടെ അലുമിനിയെ പോളാട്ടൻ നയിക്കണം ഞങ്ങളെല്ലാവരും സ്നേഹത്തിൽ വിളിക്കണം പോളാട്ടനെ 2 വാക്ക് ആശംസ അർപ്പിക്കാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ് നമ്മുടെ ആദരവ് പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു പൊന്നാട അണിയിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഷീല ചേച്ചിയും കൂടി വന്നാൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് നിങ്ങളൊരു പക്ഷേ ഷീല ചേച്ചിയുടെ പേര് കേട്ടിട്ടുണ്ടാവും ഒരുവിധം കഴിഞ്ഞ ഷാർജ പുസ്തകോത്സവത്തിലൊക്കെ ബുക്ക് എഴുതി പ്രകാശനം ചെയ്യുന്ന ആളാണ് കലാകാരിയാണ് ഒരു നിറഞ്ഞ സാന്നിധ്യമാണ് കലാലോകത്തും പൊന്നാട അണിയിക്കുന്നതായി ട്രേസിൻ്റെ പ്രസിഡന്റ് അഷ്റഫിനെ ഞാൻ ക്ഷണിക്കുന്നു ചേച്ചികളുണ്ട് താങ്ക് യു പിടിച്ചോളൂ ഒരു പക്ഷേ ഈ 160 കോളേജിൻ്റെ പ്രതിനിധിയായി നിൽക്കുന്നതുകൊണ്ട് പോളാട്ടിന് ഒരുപാട് പൊന്നാട കിട്ടിയിട്ടുണ്ടാവും വേണമെങ്കിൽ കല്യാണ സീസണിൽ കൊടുക്കാം താങ്ക് യു നന്ദി പോളാട്ടൻ 2 വാക്ക് Good evening, my friends.
brothers and sisters. It's a great, immense pleasure to stand in front of you because I'm receiving a great honor because, we are away from our country and, we are living here and we are called Pravasis. But, still we keep in our minds our nation, our country, our village, and especially our college. I know that one of the best time in our part of life is our college campus, which we will never forget in our life. So we are blessed to be here and getting all our friends from our colleges here. That's one of the cherishing moments for us because that is the moment we are getting the maximum enjoyment. Because if I gather with my own college alumni, my excitement is better. But when I have all members from one end to the other end of Kerala, we cannot explain the satisfaction and enjoyment what we are getting. So I really thank Trace because they, after joining ACAF Association, because around 26 years back, we started this organization. It was called All Kerala Colleges Alumni Forum, which was functioning here in 2013. As Liju said, it was stopped by the government of Dubai, and then we were working as volunteers. And then in 2021, we can say that we took it from the government of Dubai, that a powerful license. It's called ACAF Association, and we are exactly same like Indian Association. The license enables us to get bank account, and we can have any charitable activities and even for business. So this is the power of college alumni who are living here. And we are doing the community service for our back home and as well as in this country. The recently happened the flood, which was the catastrophe for the last 75 years, and the damage, especially in Sharjah area. So I'm so thanking my brothers and sisters who were devotedly gone there and serving the people because they were away, staying there without water and food. So that is the mental feeling we are giving to the society, and the government has recognized our activities. So that's why we are here, and every day, most of the colleges are again joining us. So we are becoming a more powerful organization in this country. And last year, on September, we have celebrated our flagship event, Onam, and we brought around 75 mothers from India whose children are living here who has never seen for the last 5 to 10 years. So that is the social activities we are doing. And today is International Mother's Day. So I just remember that, we have to remember about our parents. Then only we can do the service to the society. So on this International Women's Day, we have to respect our parents. Otherwise, there is no value for our life. So we have to teach our children how to love and take care of our parents. That's the only message I can give you, because you will have a wonderful evening today. God bless you and all. Lovely evening. Thank you so much. Thank you, Paulatan and Sheilaji. ട്രേസിൻ്റെ ഗുരുക്കന്മാരുണ്ട് ഇവിടെ, ഓരോ മെമ്പേഴ്സും ഉണ്ട്. ഞാൻ ഒരു കൂടുതലും മലയാളത്തിലാണ് എഴുതുന്നത്, ഒരു കവയിത്രിയാണ്. അപ്പം നിങ്ങൾക്കും മലയാളം ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വീക്കെൻഡിന് 10-26 വർഷമായിട്ട് നമ്മുടെ അക്കാഫിൻ്റെ പ്രോഗ്രാം ഇങ്ങനെ ഇപ്പോൾ 5-6-7 വർഷമായിട്ട് കൂടുതലായിട്ടും നമുക്ക് CDAയുടെ പെർമിഷൻ കിട്ടിയതോടെ എല്ലാ കോളേജിൻ്റെയും പ്രോഗ്രാം, ഇതിപ്പം 3ാമത്തെ പ്രോഗ്രാമാണ്. രാവിലെ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയതാണ്.
എനിക്ക് പറയാനുള്ളത് വിശ്വമിതം സുന്ദരം ജീവിതം ആനന്ദമയം എന്നാണ്. നമ്മളിവിടെ ജീവിക്കുന്ന ഓരോ നിമിഷവും സുന്ദരവും പൂർണ്ണവുമാണ്. നമ്മുടെ ജീവിതം തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അല്ലെ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്, നമ്മുടെ ജീവിതം ഏത് പന്ഥാവിലൂടെ നമ്മൾ തിരിച്ചുവിടണം എന്ന്. കേരളത്തിൽ മിക്കവരും തന്നെ ഇപ്പോൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് ആളുകളെല്ലാം. പക്ഷേ സമൂഹത്തിൽ അസഹിഷ്ണുതയും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സമയക്കുറവും എല്ലാം കൂടി നമ്മളെ മഥിക്കുന്നുണ്ട്. ഞാനിപ്പോഴും പറഞ്ഞു, നമ്മൾ നല്ലൊരു സുഹൃത്താകുക. കോഓപ്പറേഷൻ ഈസ് സെൽഫ് ഹെൽപ്പ് മെയ്ഡ് ഇഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ എന്നാണ്. സംഘടന കൊണ്ട് ഫലപ്രദമാക്കപ്പെടുന്ന സ്വാശ്രയത്വം എന്നാണ്. 10-26 വർഷങ്ങൾക്ക് മുമ്പ് ഇത് രൂപപ്പെടുമ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഒരു കൂട്ടുകുടുംബമാണിത്. നിങ്ങളത് ഇപ്പം ഏതാനും വർഷമേ ആയുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നിങ്ങൾ അനുഭവിച്ചറിയുകയാണ്. ദൈവം നല്ലവനെന്ന് രുചിച്ചറിവീൻ എന്നാണ് പറയുന്നത്. സ്നേഹം എത്രയോ നല്ലത് എന്ന് നമ്മൾ രുചിച്ചറിയണം. സ്നേഹം എന്ന വാക്കിൽ ഒരുപാട് അർത്ഥങ്ങൾ അന്തർലീനമായിട്ടുണ്ട്. സ്നേഹം സത്യമാണ്, സ്നേഹം വിശ്വാസമാണ്, സ്നേഹം ത്യാഗമാണ്, സ്നേഹം ദീർഘക്ഷമയാണ്. അത് അസൂയപ്പെടുന്നില്ല, കലഹിക്കുന്നില്ല, അഹങ്കരിക്കുന്നില്ല. നമുക്കറിയാം, നമ്മൾ സ്നേഹത്തിലൂടെ പരസ്പരം തിരിച്ചറിയണം. ഓരോ മനുഷ്യനെയും മനസ്സിലാക്കണം. എല്ലാവരും ദൈവത്തിൻ്റെ മുൻപിൽ ഒരുപോലെയാണ്. നമ്മുടെ മുന്നിൽ നിൽക്കുന്നവനാരോ. നമുക്ക് ആരാധനയ്ക്ക് ജാതിയും മതവും ഒക്കെ വേണം. ജാതിക്കും മതത്തിനും വർണ്ണത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി നമ്മൾ മനുഷ്യനെ കാണണം. നമ്മുടെ മുന്നിൽ നിൽക്കുന്നവനാരോ അവൻ മനുഷ്യൻ എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ വേദനകൾ പോലെ അവർക്കും വേദനകളുണ്ട്. ഇവിടെ ജീവിതം പുലരിനെപ്പോഴും പറയും, റോസിയല്ല ജീവിതം. പലവിധ കഷ്ടപ്പാടുകളിലൂടെ ഒക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത്, ബുദ്ധിമുട്ടുകളിലൂടെ. ഇതൊക്കെ ഷെയർ ചെയ്യാൻ നമുക്ക് ഫ്രണ്ട്സ് വേണം. സത്യത്തിൽ ഞങ്ങളൊക്കെ ഇപ്പോഴും അക്കാഫിൽ എത്തിക്കഴിഞ്ഞാൽ ഈ 1-2 ദിവസങ്ങൾ, ഇനിയിപ്പം ഞങ്ങൾ പാമിലേക്കാണ് പോണത്. അവിടെ നടക്കുന്ന പ്രോഗ്രാമുകൾ, ഓരോരുത്തർക്കും നടക്കുന്ന പ്രോഗ്രാമുകൾ നമ്മൾ എത്രയോ ആശ്വാസമാണ് നമുക്ക് കിട്ടുന്നത്. എത്ര റിലീഫാണ് നമുക്ക് കിട്ടുന്നത്. പരസ്പര സ്നേഹവും സഹനവും എന്ന് നമ്മൾ തിരിച്ചറിയും. ഇത് നിങ്ങളുടെ തുടക്കം മാത്രമാണ്. നിങ്ങളത് രുചിച്ചറിയാൻ പോകുന്നു. ഞാനത് വിശ്വസിക്കുന്നു. ഈ നല്ല പന്ഥാവിലൂടെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ. ശാന്തിയും സമാധാനവും തന്ന് തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you, Shailaji. Thank you, Polotam, for your kind words and advice. Thank you very much. Thank you. Next in line, we have again a performance from someone very dear to us. നമ്മുടെ പിയേഴ്സൺ ചേട്ടൻ്റെ മോളാണ്. May I call upon Christine Pearson to please come on the stage? She's already here. Please on the stage. Hello? Hello? Every night in my dreams, I see you, I feel
Man, that was an awesome, flawless performance. And can you all please clap loud enough for her? You know, these claps are not enough, but trust me, you were amazing on stage. Thank you so much. May I invite Miss Malu Manoj on stage to please give her a token of appreciation for the awesome performance she did today. It's wonderful. Thank you, dear, once again. You took me back to my school days. All right. And അടുത്തത് ഒരു അടിപൊളി പെർഫോമൻസ്, ഡാൻസ് പെർഫോമൻസ് അഗൈൻ. അവിടെ നമുക്ക് കാണാം കുറച്ച് എക്സൈറ്റഡ് ഫേസസ് ഓവർ ദെയർ ഇൻ ബ്ലൂ, all ready to rock the stage. So next we have again some vibrant group of kids here. അപ്പോൾ അവരെ ഞാൻ വിളിക്കുന്നു the Trace Sparkle Squad. So here they are, all sparkling. Please move on to the stage and ready to bring fire on the stage, not literally. They're coming with all hearts. All the best. എല്ലാവരോടും ഇവർ കുറേ ദിവസമായി പ്രാക്ടീസ് ചെയ്യണു. ക്ലാസ്സസിൻ്റെ ഇടയിൽ പേരൻസിൻ്റെ ഓഫീസ് കഴിഞ്ഞിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഇവരെ കൊണ്ടാക്കി കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് മക്കളും പേരൻസും എല്ലാവരും. സോ ഓൾ യു ക്യാൻ ഡു ഇസ് just encourage them for what they are doing today. You can hoot, scream, clap, just do anything to bring that vibe on this ground today. All right? Yes? We can start. ఇంతకన్నా మంచి పోలికేది నాకు తట్టలేదు గాని అమ్మో, ఈ లవ్ అనేది బబ్లు గమ్ము అంటుకున్నదంటే పోదు నమ్ము. ముందు నుంచి అందరన్న మాటే గాని మళ్ళీ అంటున్నానే అమ్ము, ఇది చెప్పకుండా వచ్చే తుమ్ము, ప్రేమ నా పలేవు నన్ను నమ్ము. ఎటగానే ఎదురు చూకి తగినట్టుగా నువ్వు బదులు చెబితివే. అరే దేవుడా దాని తలో పటే పిల్లడాంట దగ్గరై నన్ను చేరదీస్తివే. బుట్ట బొమ్మ నన్ను చుట్టుకుంటివే, జిందగీకే అడ్డ బొమ్మై జంట కట్టుకుంటివే. బుట్ట బొమ్మ నన్ను చుట్టుకుంటివే, జిందగీకే అడ్డ బొమ్మై జంట కట్టుకుంటివే. हेलो दिल दिल से कनेक्ट करना, येलो येलो ये बातें डायरेक्ट करना. ये दिल छन छन बोले अमृतसरी चूड़ियां, रात बड़ी है मस्तानी तो दिल भर जानी कर ले गल्ला भूलियां. दिल ने डूबा डूबा मुझको रैबिक आंखों में, आज लूटा लूटा मुझको फरेबी बातों ने. दिल
టైగర్ కా హుకుం అర్థమైందా రాజా? So this team, guys, we can clap louder and you'll have a reason to clap even more louder when I say one of the facts. These are the folks who actually won the first prize for Kerotsav. They competed with a lot of other colleges and Trace won the first position, and this team is responsible for that. Can you all give the loudest applause possible for this young group of kids over here? May I call upon Miss Hasina Masood to please give them the token of appreciation. All right. So may I call upon Parvati Anand? She is daughter of Anand Menon, 2000 electrical batch. Next in line, Farah Muhammad. She is daughter of Muhammad Rafi, 97 electrical batch. Next we have Samarth Sharat. He is son of Sharat Kumar and Vimisha Venugopal, 2009 electrical batch. Next we have Nia and Anush. She is daughter of Anush Thomas, 2002 chemical batch. Next we have Ritika Madhu. Ritika Madhu, she is daughter of Madhu Arakal, 97 civil batch. Next we have Dhwani Suraj Kumar, daughter of Suraj Kumar, electrical 2002, and Shanti Suraj, electrical 2003. We have Devang Abhilash, son of Abhilash Mangat, civil, and Anu M. Das, civil, 2000 batch. A lot of couples in this college, yeah? We have Devna Abhilash, again, daughter of Abhilash and Anu from civil, 2000 batch. They are the siblings who perform together. Next, we have Haya Joseph. She is daughter of Denny Joseph, electrical 2005 batch. Great job, kids. Thank you so much. We'll have a picture and then we disperse. All right. Next ഒരു പാട്ടാണ് നമ്മൾ prayer songൽ അർഷ്യ ഒരു പ്രാവശ്യം പാടുന്ന കേട്ടതാ. But now she's going to sing a fusion for us. So welcoming on stage, Arshia Anand.
ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടുവോ നാഥൻ. ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടുവോ എന്റെ ആത്മരാഗം കേട്ടു നിന്നുവോ വരുമെന്നൊരു കുറിമാനം തന്നുവോ നാദൻ വരുമോ പറയൂ രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ. താങ്ക് യു. All right, Arsha, wait. So, ഈ മൂന്ന് പാട്ടുകൾ പാടിയതിൽ there is one thing that's common. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഈ കുട്ടി മൂന്ന് പാട്ടുകൾ ഇവിടെ പാടിയിട്ടുണ്ട്, one element is common there? അത് ശരിയാണ്, പക്ഷെ തൃശ്ശൂരായി കണക്ട് ചെയ്യണ ഒരു കാര്യമുണ്ട്. ജോൺസൺ മാഷിന്റെ ആണോ മൂന്ന് പാട്ടും? ആണോ? ആനന്ദേട്ട അതാണോ? അല്ല. മോഹൻ സിത്താര ആണോ? അതുമല്ല. വേറെ എന്തെങ്കിലും അറിയോ? മൂന്ന് പാട്ടിലും there is something common that connects to തൃശ്ശൂർ. നോ? ആനന്ദേട്ടൻ പറയണോ? ആദ്യത്തെ പാട്ട് തൃശ്ശൂർ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഷൂട്ട് ചെയ്ത നമ്മൾ എന്ന പടമാണ്. രണ്ടാമത്തെ പാട്ട് ഉരുകുതേ ഉരുകുതേ വെയിൽ എന്ന് പറഞ്ഞ ഫേമസ് തമിഴ് ഫിലിമാണ്. അതിൽ നമ്മുടെ തൃശ്ശൂർക്കാരിയായ ഭാവന ആക്ട് ചെയ്തിട്ടുണ്ട്. തേർഡ് ഓഫ് കോഴ്സ് ദ ക്ലാസിക് ചമയം ബൈ ഭരതേട്ടൻ. ഭരതേട്ടൻ ഈസ് എ തൃശ്ശൂരിയൻ. Thank you. Apam, to give a token of appreciation for Arshia, may I call upon Mr. Suneet Nair? Thank you. Okay. Next. Again, I'm back here to give away prizes. Someone with the longest hair. Someone who has the longest hair. Anyone? You can nominate people around you. Longest hair. Let's see if there's someone who's beating you. Who? Send her in front. Come here, come here. Someone else who's beating her? Come. Yeah, come. Come. You also, ma'am. Please come forward. ഏറ്റവും കൂടുതൽ മുടിയുള്ള ആൾ പോരൂ. Come. Just come. What's your name? Shruti. Difficult to maintain long hair? Easy. Okay, we have. What's your name? GC alumni, no? Ella, wife of Sajit's wife, ആണ്. Okay, തിരിഞ്ഞോളൂ. Okay, long enough. In Dubai, to maintain a long hair is not easy. Then we have Jana. Who do we give the longest hair from these three? Who do we give? You can stand here. Yes? Jana? All right, we'll give it to Jana. May I call upon someone? Okay, you guys can give her the prize. May I have the trophy, please? All right. Okay, next we have a performance again
allow me a moment. ഓക്കെ, എന്നെ അടുത്തതൊരു അടിപൊളി ഡാൻസ് ആണ്. എ വെരി ക്യൂട്ട് പെയർ. ഇവിടെ രണ്ടുപേര് നമ്മുടെ മുമ്പിൽ. ഒന്ന് is an alumni of GC, Nadeem, and his dear daughter, Nashwa Nadeem. They are going to set the stage with a very cute performance. Give it up for Nadeem and Nashwa Nadeem. മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ പിൻവിട്ട് നെല്ല് ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല് ഇവനെ തൊഴുവാനായും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണപ്പേട് Was amazing performance, very very cute. കുറേ പ്രാക്ടീസ് ചെയ്യണ്ടോന്നോ? കുറച്ച് ഓഫീസ് കഴിഞ്ഞിട്ട് അവള് വേഗം പഠിച്ചില്ലേ? She is the teacher. Give it up for Nashwa and Nadeem. I would like to call upon Sahid KK to give them a token of appreciation. Okay, give it up for the cutest daddy-daughter performance, Nadeem and Nashwa. Congratulations, guys. All right. But next, അടുത്ത പരിപാടിയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് I think we have a more large crowd here. I am coming back to the team A. Team A. ഈ മുമ്പിലുള്ള ആൾക്കാർ മാത്രമേ ടീം എയിലുള്ളൂ, ബാക്കിലുള്ള എല്ലാവരും ടീം എ. ഒന്ന് കൈപൊക്കി ഒച്ചെടുക്കും എല്ലാവരും. ടീം എ. നിങ്ങൾക്കൊന്നും ഫുഡ് തന്നില്ലേ? ഒന്നും കൂടി. ടീം എ. Better, I have the 95 batch here. I think it will be louder here. Team B.
You can do better than that. Team A. Team B.